ഹലോ ഫോർലിംഗോ ഫോറിൻ ലാംഗ്വേജസ് അക്കാദമി അവതരിപ്പിക്കുന്ന 30-ഡേ ചലഞ്ച് പേപ്പർ 1 യു ജി സി നെറ്റിൻ്റെ പേപ്പർ 1ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന 30-ഡേ ചലഞ്ചിൻ്റെ 6-ഡേ ചലഞ്ച് 6-മത്തെ ദിവസത്തെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡാറ്റാബേസസ് ആർ യു ലൈക്ലി ടു യൂസ് for research topics related to biology? Which of the following databases are you likely to use for research topics related to biology? ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് ഐകോംപെൻഡെക്സ്, പബ്മെഡ്, ജിയോറഫ്, ദെൻ മാത്സൈനെറ്റ്, ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. എന്താണ് ഇതിൻ്റെ ആൻസർ? കേട്ടിട്ടുണ്ടത് എന്താണ് ഡാറ്റാബേസ് എന്നുള്ളത്? ഏതൊക്കെയാണ് ഡാറ്റാബേസ് എന്നുള്ളത്? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഡിസംബർ 2024 ഇപ്പം ഏറ്റവും അവസാനത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഡിസംബർ 2024 ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതിനു മുന്നേ ഓൾറെഡി ആൻസർ അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആർട്ടിക്കിൾ ഡാറ്റാബേസസ്, ഇതും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ളത് ആർട്ടിക്കിളിൻ്റെ ഡാറ്റാബേസ്, റിസർച്ച് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ളത്. ആർട്ടിക്കിൾ ഡാറ്റാബേസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ആർട്ടിക്കിൾ ഡാറ്റാബേസ് ഏതൊക്കെയാണ് എന്നറിയുന്നതിന് മുന്നേ എന്താണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ളത്? എന്തായിരിക്കും ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ ഡാറ്റാബേസ് ഈസ് എ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് സ്കോളർലി ആർട്ടിക്കിൾസ് ദാറ്റ് അലൗസ് റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ടു സെർച്ച്, ആക്സസ് ആൻഡ് റിട്രൈവ് പബ്ലിഷ്ഡ് റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽസ് ആൻഡ് കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ്. ഓക്കെ, ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, ഒരു ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് സ്കോളർലി ആർട്ടിക്കിൾസ്, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് സ്കോളർലി ആർട്ടിക്കിൾസ് ദാറ്റ് അലൗ റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ടു സെർച്ച്, ആക്സസ് ആൻഡ് റിട്രൈവ് പബ്ലിഷ്ഡ് റിസർച്ച് പേപ്പേഴ്സ്, ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പറൊക്കെ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിസർച്ച് ആർട്ടിക്കിൾസിൻ്റെ, സ്കോളർലി ആർട്ടിക്കിൾസിൻ്റെ ഒരു കളക്ഷനാണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റോർ ഹൗസാണ് ഡാറ്റാബേസ് എന്നുള്ളത്. ആർട്ടിക്കിൾ ഡാറ്റാബേസിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് അക്കാഡമിക് കമ്മ്യൂണിറ്റീസിന് യൂസ് ചെയ്യാനും സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനും റിട്രൈവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടുണ്ടാവുന്നത് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ്, ജേർണൽസ്, അതുപോലെ തന്നെ കോൺഫറൻസ് പ്രൊസീഡിങ്സ്, ഇതൊക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും കോൺഫറൻസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫറൻസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആയിട്ടും ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസും പേപ്പേഴ്സും എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസിന് പറയുന്ന പേരാണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ളത്. സോ ഓർത്തിരിക്കുക എന്താണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ളതാണ്. ഒരുപാട് ആർട്ടിക്കിൾ ഡാറ്റാബേസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഡാറ്റാബേസ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് സ്കോപ്പസ് എന്നുള്ളൊരു ഡാറ്റാബേസ്. ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഡാറ്റാബേസ് ആണ് സ്കോപ്പസ് എന്നുള്ളൊരു ഡാറ്റാബേസ്. സ്കോപ്പസ് മൾട്ടി ഡിസിപ്ലിനറി അബ്സ്ട്രാക്ട് ആൻഡ് സൈറ്റേഷൻ ഡാറ്റാബേസ് മാനേജ്ഡ് ബൈ എൽസെവിയർ. മൾട്ടി ഡിസിപ്ലിനറി അബ്സ്ട്രാക്ട് ആൻഡ് സൈറ്റേഷൻ ഡാറ്റാബേസ്. ഓക്കെ, അബ്സ്ട്രാക്ട് ആൻഡ് സൈറ്റേഷൻ ഡാറ്റാബേസ് എന്നുള്ളത് എൽസെവിയർ എന്നുള്ള ഈ ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. മൾട്ടി ഡിസിപ്ലിനറി ഡാറ്റാബേസ് ആണ്. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്? മൾട്ടി ഡിസിപ്ലിനറി എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഡിസിപ്ലിനിൽ പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് കവർ ചെയ്യുന്നത്, ലൈക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും, ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടാവും,
സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഹ്യൂമാനിറ്റീസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിസിപ്ലിനായിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ കളക്ഷനാണ് സ്കോപ്പസ് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസ് എന്നുള്ളത്. എൽസെവിയർ എന്നുള്ളൊരു കമ്പനിയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, സ്കോപ്പസ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി അബ്സ്ട്രാക്റ്റ് ആൻഡ് സൈറ്റേഷൻ ഡാറ്റാബേസ് ആണ് സ്കോപ്പസ് എന്നുള്ളത്. അടുത്തൊരു ഡാറ്റാബേസ് ആണ് വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. WOS ഓർ വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് മാനേജ്ഡ് ബൈ ക്ലാരിവേറ്റ് അനലിറ്റിക്സ് ആണ് മാനേജ് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് വെബ് ഓഫ് സയൻസ് എന്നുള്ള ഡാറ്റാബേസ്. പ്രധാനമായിട്ടും സയൻസ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആണ് വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. സ്കോപ്പസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനാണ്. മെയിനായിട്ടും സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഏരിയയിലുള്ള ആർട്ടിക്കിൾസ് ആണ് സ്കോപ്പസിനകത്ത് ഉണ്ടാകുന്നതെങ്കിൽ വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സയൻസ് എന്നുള്ളൊരു സ്ട്രീമിനെയാണ് മാനേജ് ചെയ്യുന്നത്. ക്ലാരിവേറ്റ് അനലിറ്റിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സയൻസ് ഡയറക്റ്റ് എന്നുള്ള ഡാറ്റാബേസ് ആണ് അടുത്തതായിട്ടുള്ളത്. Elsevier's full text database providing access to scientific, technical and medical research papers. ഓർത്തിരിക്കുക, സയൻസ് ഡയറക്റ്റ് എന്ന് പറയുന്നതും എൽസെവിയറിനാണ്. എൽസെവിയറിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഡാറ്റാബേസ് ആണ്. ആണ് സയൻസ് ഡയറക്റ്റ് എന്നുള്ളത്. ആക്സസ് ടു സയൻറ്റിഫിക്, ടെക്നിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച് പേപ്പേഴ്സ്. സയൻസും ടെക്നോളജിയും അതുപോലെ മെഡിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഡാറ്റാബേസ് ആണ് സയൻസ് ഡയറക്റ്റ് എന്നുള്ള ഈ ഒരു ഡാറ്റാബേസ്. നെക്സ്റ്റ് വൺ ആണ് ഗൂഗിൾ സ്കോളാർ എന്നുള്ളത്. അറിയുന്നത് അല്ലെ, ഗൂഗിൾ പോലെ തന്നെ മറ്റൊന്നാണ് ഗൂഗിൾ സ്കോളാർ എന്നുള്ളത്. ഗൂഗിൾ സ്കോളാർ ഈസ് എ സെർച്ച് എഞ്ചിൻ ഫോർ അക്കാഡമിക് ആർട്ടിക്കിൾസ് ഒക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ സ്കോളാർ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസിന്റെ ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിളും ഗൂഗിൾ സ്കോളാറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. അക്കാഡമിക് ആർട്ടിക്കിൾസിന്റെ ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ സ്കോളാർ എന്നുള്ള ഈ ഒരു ഡാറ്റാബേസ്. അടുത്തൊന്നാണ് ഡോജ് എന്നുള്ളത്. DOAJ എന്ന് പറയുന്നത് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേർണൽസിന്റെ ഒരു ഡയറക്ടറിയാണ് ഡോജ് എന്നുള്ളത്. എന്താണ് ഓപ്പൺ ആക്സസ് എന്നുള്ളത്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്പൺ ആക്സസ്. അതിന്റെ ആക്സസ് ഓപ്പൺ ആണ്, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജേണലാണ് ഓപ്പൺ ആക്സസ് ജേർണൽസ് എന്നുള്ളത്. ഫുൾ ടെക്സ്റ്റ്, ഒരു ആർട്ടിക്കിൾസിന്റെ ഫുൾ ടെക്സ്റ്റ്, അതായത് ആർട്ടിക്കിളിന്റെ ഫുൾ കണ്ടന്റ്, ഇൻട്രൊഡക്ഷൻ ആവട്ടെ, മെത്തഡോളജി ആവട്ടെ, അതുപോലെ ഫൈൻഡിങ്സ്, സജഷൻസ്, കൺക്ലൂഷൻസ്, ഏത് ഏരിയാസും മൊത്തം നമുക്ക് ഹോൾ ടെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ ആക്സസ് ജേർണൽസിന്റെ ഒരു ഡയറക്ടറിയാണ് DOAJ എന്നുള്ളത്. അതാണ് അടുത്തൊരു ഡാറ്റാബേസ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഒന്നാണ് PubMed എന്നുള്ള ഡാറ്റാബേസ്. PUBMED എന്നുള്ള PubMed എന്നുള്ള ഒരു ഡാറ്റാബേസ് ആണ് അടുത്തത്. PubMed എന്ന് പറയുന്നത് ബയോമെഡിക്കൽ ആൻഡ് ലൈഫ് സയൻസ് റിസർച്ച്, ബയോമെഡിക്കലായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ബയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ എല്ലാം ഒരു ഡാറ്റാബേസ് ആണ് PubMed എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസ്. ഓർത്തിരിക്കുക, PubMed എന്ന് പറയുന്നത് മറ്റൊരു ഡാറ്റാബേസ് ആണ്. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബയോമെഡിക്കൽ സയൻസ് അതുപോലെ തന്നെ ലൈഫ് സയൻസ് പോലെയുള്ള ഏരിയാസ് ആണ്. ബയോമെഡിക്കൽ ആൻഡ് ലൈഫ് സയൻസ് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് PubMed എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസ്. നെക്സ്റ്റ് ഒന്നാണ് SSRN എന്നുള്ളൊരു ഡാറ്റാബേസ്. SSRN എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് നെറ്റ്വർക്കാണ്. എന്നുള്ളതാണ് SSRN എന്നുള്ളത്. സോഷ്യൽ സയൻസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്നത് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ആണ്. അതാണ് SSRN എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡാറ്റാബേസ്. സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, സയൻസ് ഡയറക്റ്റ്, അതുപോലെ തന്നെ ഗൂഗിൾ സ്കോളർ, ഡോജ് ഓർ ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേർണൽസ്, ദെൻ PubMed എന്നുള്ളത്, ദെൻ SSRN ഓർ സോഷ്യൽ സയൻസ് റിസർച്ച് നെറ്റ്വർക്ക് എന്നുള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആർട്ടിക്കിൾ ഡാറ്റാബേസുകളായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ അല്ലേ ഏതൊക്കെയാണ് റിസർച്ച് ആർട്ടിക്കിൾസിന്റെ ഡാറ്റാബേസ് ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദി ഡാറ്റാബേസസ് ആർ യു ലൈക്ലി ടു യൂസ് ഫോർ റിസർച്ച് ടോപ്പിക്സ് റിലേറ്റഡ് ടു ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് ഏത് ഡാറ്റാബേസിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതായിരുന്നു ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഏതായിരുന്നു?
ഓക്കെ, പബ്മെഡ് എന്നുള്ള ഡാറ്റാബേസ് ആണ്. പബ്മെഡ് എന്നുള്ള ഒരു ഡാറ്റാബേസ് ആണ്. ഓൾറെഡി പറഞ്ഞു, മെഡിസിൻ, ലൈഫ് സയൻസ്, ബയോമെഡിക്കലായിട്ട് ബന്ധപ്പെട്ട്, മെഡിസിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് പബ്മെഡ് എന്ന് പറയുന്ന ഡാറ്റാബേസ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ്, ആർട്ടിക്കിൾ ഡാറ്റാബേസ് ഏതൊക്കെയാണ് എന്നുള്ളതും, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓർത്തിരിക്കുക, ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഡാറ്റാബേസസ് എന്നുള്ളത്. ഓരോ ഡാറ്റാബേസും ഏത് ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ സയൻസ് ആണോ, അല്ലെങ്കിൽ ബയോളജി ആണോ, അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ഏരിയ.